ലോകരക്ഷകനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. അനേക ഉദ്ദേശത്തോടുകൂടിയും പ്ലാനുകളോടുകൂടിയുമാണ് മനുഷ്യൻ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ചിലരുടെ ജീവിതം വ്യക്തമായ ഉദ്ദേശത്തോടും പ്ലാനുകളോടും കൂടിയായിരിക്കും. എന്നാൽ മറ്റു ചിലർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ലോകമോഹങ്ങളിലും ജഡീകതയിലും താൽക്കാലികതയിലും തകർന്നു പോകുന്നതും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദൈവിക വിശ്വാസത്തിലും ഭക്തിയിലും ജീവിക്കുക എന്നതാണ് ദൈവവചനം നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ. ഇന്ന് ഞാനിവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും എന്ന് ഞാൻ അറിയുന്നു. ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലിവിങ് ഫോർ ഹെവൻ, സ്വർഗരാജ്യത്തെ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മളും ജീവിക്കുക. നമുക്ക് കാണാം, ലോകത്തിൽ അനേകർ എന്തിനായിട്ടാണ് ജീവിക്കുന്നത്? പണത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, പേരിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, അംഗീകരണത്തിനും സ്ഥാനമാനത്തിനും വേണ്ടി ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ഈ ലോകത്തിൻ്റെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ വ്യക്തമായി ഗ്രഹിച്ചറിയുക, നാം ഈ ലോകത്തിൽ ജീവിക്കുന്നതും നാം ഈ ലോകത്തിൽ അധ്വാനിച്ചുണ്ടാക്കുന്നതുമാകുന്ന സകലതും താൽക്കാലികങ്ങൾ മാത്രമാണ്. നാം എടുത്ത ശ്വാസം തിരിച്ചുവിടുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മെ ലോകം അംഗീകരിക്കുന്നില്ല, നാം മരിച്ചുപോയി എന്ന് ലോകം മുദ്രകുത്തുവാനിടയുണ്ട്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നിരിക്കുന്ന ഈ ആയുസ്, ആരോഗ്യം, കഴിവുകൾ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന പണം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും കഴിയുമെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ മഹിമയ്ക്കായി അനേകരെ ക്രിസ്തുവിൽ ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം സർവസജ്ജരായി ജീവിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാം സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ ഭാഗ്യകരമായ പ്രത്യാശയാണ് രക്ഷ എന്ന് നാം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന അനേകർ, പ്രത്യേകിച്ച് വിശ്വാസികളെന്ന് പറയുന്നവർ, അങ്ങനെയുള്ള കൂട്ടം പലപ്പോഴും ചിന്തിക്കുന്നത് എന്തോ സ്വതസിദ്ധമായി അല്ലെങ്കിൽ കുടുംബപരമായി അല്ലെങ്കിൽ വ്യക്തിപരമായി നേടിയെടുത്ത ഒന്നാണ് എന്ന് പലപ്പോഴും കരുതാറുണ്ട്. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ ഭാഗ്യകരമായ പ്രത്യാശയാണ് രക്ഷ എന്നത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ അതിനെ വിശ്വാസത്തോടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിപ്പാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടിയിരിക്കുന്നു. 2, ലജ്ജാകരമായ ലോകമോഹങ്ങളെ തിരിച്ച് ഉപായങ്ങളും കാപട്യങ്ങളും വിട്ടൊഴിഞ്ഞ് ദൈവത്തോട് കൂട്ടുചേർന്ന് ദൈവമക്കളായി ജീവിപ്പാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഈ ലോകത്തിൽ അനുരൂപപ്പെട്ട് താൽക്കാലികതയും ജഡീകമോഹങ്ങളും അങ്ങനെ ജീവിതത്തിൻ്റെ വ്യക്തിപരമാകുന്ന സാഹചര്യങ്ങളും മുറുകെ പിടിച്ചാണ് ഇന്ന് അനേകർ ജീവിതത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവവചനം വ്യക്തമായി അനുശാസിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ താൽക്കാലികതകളെ വിട്ടൊഴിഞ്ഞ് ദൈവസ്നേഹത്തിൽ, ഭക്തിയിൽ, വിശ്വാസത്തിൽ, ആർദ്രതയിൽ മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവത്താൽ നാം ഒരുക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ലജ്ജാകരമാകുന്ന ലോക മോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് പാട്ടുകാരൻ പാടുന്നത് പോലെ ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ അതിൻ്റെ മോടിയോടുകൂടെ നമ്മളെ മാടി വിളിക്കുമ്പോൾ ദൈവത്തെ പിരിഞ്ഞ് ഒരു നാളും ജീവിക്കയില്ല എന്നുള്ള ആത്മിക വാഞ്ചയോടും താല്പര്യത്തോടും കൂടെ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ജീവിതയാത്രയിൽ ഹൃദയം കലങ്ങിപ്പോകുന്ന നാളുകൾ, പ്രതികൂലത്തിൻ്റെ, കഷ്ടത്തിൻ്റെ ദിവസങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ കടന്നു വരും. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവവചനപ്രകാരം വിശ്വസിച്ച് ഉറയ്ക്കുക. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു സർവശക്തനാകുന്ന ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. മാത്രമല്ല, 3-ാമതായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ലീവിങ് ഫോർ ഹെവൻ ഈസ് എ ലൈഫ് സ്റ്റൈൽ. സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നത് മറ്റുള്ളവരുടെ
പരപ്രേരണ എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിൻ്റെ സ്വതസിദ്ധമായൊരു സ്റ്റൈലും ഭാവവുമായി തീരുവാൻ തക്കവണ്ണം നാം അതിനുവേണ്ടി ക്രമീകരിക്കണം. പലപ്പോഴും ഇന്നത്തെ ആത്മീക ലോകത്തിൽ പലപ്പോഴും നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്തെന്ന് ചോദിച്ചാൽ, അനേകർ വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്നു, ലോകമോഹികളായിത്തീരുന്നു, സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി എന്തുമേതും ചെയ്യുവാൻ മടിയില്ലാത്തവരായി മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നാം സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മക്കളും അവകാശികളുമായി മുൻപോട്ട് പോകുമ്പോൾ, ലിവിങ് ഫോർ ഹെവൻ ഈസ് എ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമായി മാറണം. ഇങ്ങനെയാണ് 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം ഒഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ഭവനത്തിനായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഒരിക്കലും ലോകമനുഷ്യന് കാണുവാൻ കഴിയാത്ത വലിയൊരു കാഴ്ചപ്പാട്, ഒരിക്കലും ലോകമനുഷ്യന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ആത്മീക ദർശനം. എന്താ? കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം ഒഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ഒരു സ്വർഗത്തിലെ വാസസ്ഥലം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നു. പിന്നെയും സുവിശേഷങ്ങളിൽ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങളെ പിന്നെയും വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതെ, നാം സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമാകുന്ന ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിന് അവകാശികളാകത്തക്കവണ്ണം കറ, വാട്ടം, മാലിന്യം എന്നിവയൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തീരുവാൻ, നമ്മുടെ ജീവിതത്തെ വേർപാടിൽ ജീവിക്കുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. പിന്നെയും 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുവാൻ ആകുന്നു ആഗ്രഹിക്കുന്നത്. അതെ, നമ്മുടെ ആത്മീക ജീവിതം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന നാളുകൾ താൽക്കാലികങ്ങൾ മാത്രമാണ്, ക്ഷണികത നിറഞ്ഞതാണ്. എന്നാൽ ശരീരത്തിൽ ഇരുന്നാലും അല്ലെങ്കിലും നാം വല്ലവിധേനയും കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ള ദൗത്യത്തോടുകൂടി നാം നമ്മുടെ ജീവിത നാളുകൾ മുൻപോട്ട് നയിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, സ്വർഗരാജ്യത്തിൻ്റെ പ്രത്യേകത എത്ര വലുതാണ്. ഒന്ന്, ദൈവം വസിക്കുന്ന സ്ഥലമാണ് സ്വർഗരാജ്യം എന്ന് നമുക്കറിയാം. മാത്രമല്ല, കണ്ണുനീരും ദുഃഖവും വിലാപവും സങ്കടവും ഇല്ലാത്ത സ്ഥലമാണ് ദൈവരാജ്യം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നാം മനസ്സിലാക്കുക, കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ വാസസ്ഥലത്തിനായി പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ലോകമോഹങ്ങളെ വിട്ടൊഴിഞ്ഞ്, ലോകത്തിൻ്റെ ആഡംബരങ്ങളെ വിട്ടൊഴിഞ്ഞ്, ക്രിസ്തുവിൽ വിശ്വസിച്ച് സൽഗുണപൂർണരായി ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതും വിട്ടൊഴിഞ്ഞ് വേർപെട്ടവരായി ജീവിപ്പാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് വന്നേക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്തിൽ നാം വിടുന്നത് വലുത് ഒന്ന് നേടാനാണ് എന്നുള്ള ദൗത്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് ജീവിതനാളുകൾ ഭയത്തോടും ഭക്തിയോടും വിശ്വാസത്തോടും നയിപ്പാൻ തക്കവണ്ണം സർവശക്തനാകുന്ന ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ നിർത്തുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ദൈവം ശേഷിപ്പിച്ചിരിക്കുന്ന ആയുസ്, ആരോഗ്യം, കഴിവുകൾ വല്ലവിധേനയും കർത്താവിനെ പ്രസാദിപ്പിച്ച് വിശ്വസ്തരായി ജീവിപ്പാൻ ആവശ്യമായ സ്വർഗീയ കൃപ അങ്ങ് ഞങ്ങളുടെ മേൽ പകരണമേ. ലോകത്തിൻ്റെ മോഹങ്ങൾ അതിൻ്റെ പ്രതാപത്തോടുകൂടി ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ അതിൻ്റെ പിൻപിൽ പറഞ്ഞ് വിശ്വസ്തയോടെ ജീവിപ്പാൻ ആവശ്യമായ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ അങ്ങ് ഞങ്ങളുടെ മേൽ പകരണമേ. തടസ്സങ്ങളെ ദൂരീകരിക്കണം. ദൈവകരത്തിൻ കീഴിൽ ഏൽപ്പിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ദുഃഖിതരായി ഭാരം അനുഭവിക്കുന്നവരായി എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ സ്വർഗീയ സമാധാനം ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ നിന്റെ ജനത്തിൻ്റെ മേൽ സ്വർഗം കൽപ്പിച്ചാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.